സംസ്ഥാന സർക്കാർ ആശമാരുടെ വേതനം കൂട്ടുന്നില്ല എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 50 ദിവസമായി കുത്തിയിരിപ്പ് സമരം നടത്തുന്ന ആശ ചേച്ചിമാരെ പണികിട്ടി. ഇതിപ്പോ വേതനം കൂട്ടിയില്ലെങ്കിലും വേദന കൂടുമെന്ന കാര്യം ഉറപ്പായി. എന്തൊക്കെയായിരുന്നു? മണിമുറ്റത്താവണിപ്പന്തൽ പാടുന്നു, സുരേഷ് ഗോപി വരുന്നു, ഉറപ്പ് തരുന്നു. ഇതിനൊക്കെ ഒപ്പം ഡാൻസ് കളിച്ച ആശ ചേച്ചിമാർക്കൊക്കെ സുരേഷ് ഗോപിയുടെ വക നല്ല കിടിലൻ സമ്മാനം വഴിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഒന്നും തരുന്നില്ല എന്നും ഒന്നും തരുന്നില്ല എന്നായിരുന്നു നിലവിളി. കേന്ദ്രമൊന്നും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇനി ഒന്നും തരാനുമില്ല എന്ന് വലിയ വായിൽ നിലവിളിച്ചവരുടെ ഒക്കെ നിലവിളി എന്തായാലും മോദി തമ്പുരാൻ കേട്ടു. ഇനി ഒന്നും തരാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശമാരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുന്ന എല്ലാ ലക്ഷണവുമുണ്ട്. കേന്ദ്രം കൈമലർത്തി എന്നാണ് ചുരുക്കം. പറഞ്ഞത് വേറെ ആരുമല്ല, JP നദ്ദ തന്നെയാണ്. ഈ നദ്ദ തന്നെ ആയിരുന്നു കേട്ടോ സുരേഷ് ഗോപിയോട് എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞ് സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കുറെ നാടകമൊക്കെ ആടിയിട്ട് പോയതും. ഇനി കാര്യങ്ങളൊക്കെ പിടിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആശാവർക്കർമാരുടെ വേതനം സമീപകാലത്തൊന്നും വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി അംഗം ധർമ്മേന്ദ്ര യാദവിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് JP നദ്ദ മുൻ നിലപാട് ആവർത്തിച്ചത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പേഴ്സിനെയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ ഭീമ യോജനയിലും അംഗങ്ങളാക്കിയിട്ടുണ്ട്. ഇതിലൂടെ അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. അവർക്കുള്ള സ്റ്റൈപ്പൻഡുകളിൽ NHM മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് കാലാകാലങ്ങളിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഈ നടപടി ഭാവിയിലും തുടരുമെന്ന് JP നദ്ദ പറഞ്ഞു. നേരത്തെ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ പരിഗണനയിലുണ്ടെന്ന് JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ആശാവർക്കർമാരുടെ വേതനം ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ വാർത്ത നൽകി. എന്നാൽ ഇതിനുശേഷം വേതനം അടുത്ത കാലത്തൊന്നും വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടാണ് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തിങ്കളാഴ്ച ആശമാർ മുടിമുറിച്ച് സമരം ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഇനി അതിന്റെ ഒരു കുറവും കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഉള്ള മുടി കൂടി മുറിച്ചു കളഞ്ഞിട്ട് സമരപ്പന്തലും പൊളിച്ച് പോകാം. ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ മനസ്സില്ല എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇത്രയും നാൾ ഞങ്ങൾ കേന്ദ്രത്തിന്റെ ദത്തുപുത്രിമാരാണ് എന്നായിരുന്നു അവകാശവാദം. ഇപ്പോ ഇരുന്നതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തിന്റെ കേടായിരുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. വെറുതെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അധികാര മോഹത്തിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന നാടകങ്ങളുടെ ഒക്കെ പിന്നാലെ കൊടി പിടിക്കാൻ പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് വീണ ജോർജ് കേന്ദ്രത്തിലേക്ക് ചെന്നപ്പോൾ കാണാതെ നദ്ദ ഒളിച്ചു കളിച്ചത്. ഇനിയിപ്പോ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യണമെങ്കിൽ അതിനുള്ള വണ്ടിക്കാശ് എവിടെ നിന്ന് ഒപ്പിക്കും? ഇതിനിടയിലാണ് ഗുജറാത്തിലൊക്കെ സമരം ചെയ്യുന്ന ആശമാരെ BJP സർക്കാർ തന്നെ പിരിച്ചുവിടുന്നത് എന്നുകൂടി ഓർക്കണം. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അതാകാമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ചെയ്താൽ ചോദ്യം ചെയ്യാനും BJPക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. നിഴലിനോട് യുദ്ധം ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനിയെങ്കിലും വീട്ടിൽ പോയി ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നതിന് കിട്ടിയ കാശൊക്കെ കൊണ്ടുപോയി വല്ല കഞ്ഞിയും കുടിച്ച് കഴിയുന്നതാകും ആശമാരെ നല്ലത്. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന തൊഴിൽ കളയുന്നതിന് വേണ്ടി സമരം ചെയ്തവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്.